ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്യൂട്ട് ബ്ലിങ്ക് ബാഗ് ഉണ്ടാക്കാനാണ്. അതിനായിട്ട് നമുക്കൊരു A4 ഷീറ്റ് എടുത്തിട്ട് 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യൂട്ട് ക്യാരക്ടറിനെ വരച്ചെടുക്കുക. ഞാൻ എൻ്റെ ഫേവറേറ്റ് മെലഡി ആയതുകൊണ്ട് ഞാൻ മെലഡിയാണ് ഇവിടെ വരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരച്ചെടുക്കാം. അങ്ങനെ അത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഹൈലൈറ്റ് ചെയ്തിട്ട് കളറൊക്കെ ചെയ്തെടുക്കാം. നമ്മളങ്ങനെ അത് കളറൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ സൈഡും ഒക്കെ ടീപ്പൊക്കെ ഒടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ബ്ലിങ്ക് ബാഗ് മെലഡി എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കാവേ. ബ്ലിങ്ക് ബാഗ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് പുറകിൽ ചെയ്യുന്നതൊക്കെ ചെയ്തെടുത്താം. കോമൺ, റെയർ, എപ്പിക്, ലെഗൻഡറി എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഒരു പേപ്പർ മറ്റേ യു ഗോട്ട് എന്നും പറഞ്ഞ് എഴുതാനായിട്ട് എടുക്കുക. നമുക്കിതൊന്ന് കീറി കൊടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇനി നമുക്ക് ഇത് എത്ര അളവിൽ തന്നെ ഇത് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിവിടെ യു ഗോട്ട് എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് എഴുതാം കേട്ടോ. റെയർ വേണോ കോമൺ വേണോ? ഞാനിവിടെ കോമൺ ആണ് എടുക്കുന്നത്. അങ്ങനെ യു ഗോട്ട് എഴുതി കോമൺ ആണ്. ഇനി നമുക്കിതൊക്കെ വെക്കാനായിട്ട് ഒരു കിറ്റ് ഉണ്ടാക്കണം. അതിനായിട്ട് നമുക്ക് ഒരു കിറ്റ് ഉണ്ടാക്കാം. ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര അളവിലാണ് വേണ്ടത് അത്ര അളവ് എടുക്കുക. പിന്നെ എടുത്തിട്ട് നമുക്ക് മടക്കുക. എന്നിട്ട് ഇവിടേക്ക് ടേപ്പ് ഒട്ടിച്ച് വെക്കുക. അങ്ങനെ ആ പാക്കറ്റ് ശരിയാക്കി പിന്നെ നമുക്കിവിടെ ഒരു ചിഹ്നം വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളത് വരച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വെക്കാൻ ഒരു സ്കീഷി വേണം. നമുക്ക് സ്കീഷി ഉണ്ടാക്കാം. നമ്മളങ്ങനെ പടം വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഇതേതരം 2 അതായത് ഇതേതരം തന്നെ ഷേപ്പിൽ ഒരെണ്ണം കൂടെ നമുക്ക് വേണം. ഇതിനകത്ത് കളറൊക്കെ അടിച്ചിട്ട് വെട്ടിയെടുക്കാം. നമുക്കിത് ഒരേ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ വൈറ്റ് ഷീറ്റ് കുറച്ച് കാണണം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഷീറ്റുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കൂടെ സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് എടുക്കാം. അപ്പുറം ഇപ്പുറം നമുക്ക് സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കണം കേട്ടോ. ഇവിടെയും ഒട്ടിക്കുക. എന്നിട്ട് കാണാം. അങ്ങനെ ഇവിടെ സെലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഒട്ടിക്കണം നിർബന്ധമില്ല. പിന്നെ നിങ്ങളുടെ വീട്ടിലെല്ലാവരെയും വീട്ടിൽ കോട്ടൺ കാണുമല്ലോ. ഇനി കോട്ടൺ കൂടെ മതി. ഈ ടേപ്പ് വെച്ച് നമുക്ക് ഇതും കൂടെ ഒട്ടിച്ചെടുക്കാം. സൈഡൊക്കെ നമ്മൾ ഇങ്ങനെ ഒട്ടിക്കുമ്പം എല്ലാമായിട്ട് കൂട്ടി ഒട്ടിക്കുമ്പം കുറച്ച് സ്പേസ് ഇടണം കേട്ടോ. നമുക്ക് പഞ്ഞിയും കയറ്റി വെക്കാൻ. പഞ്ഞി ഉള്ളവർ കയറ്റി വെക്കും. അവയുടെ അകത്തിരിക്കുന്ന പഞ്ഞിയാണ് നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് സാധാ പഞ്ഞിയാണ് ഞാൻ കയറ്റുന്നത് കേട്ടോ. കയറ്റി വെക്കുന്നത് എല്ലാം അത് കയറ്റി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്കീഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ അതിനകത്ത് വെച്ച് കൊടുക്കുക. ഇനി നമുക്കൊരു സ്റ്റിക്കേഴ്സും കൂടെ കുറച്ച് ഉണ്ടാക്കണം. എന്നാലും ഇത് വെറുതെ ആകാൻ പാടില്ലല്ലോ. നമുക്ക് ഇത് മെലഡിയുടെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു സ്റ്റിക്കർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് നമുക്ക് എടുത്ത് നമ്മുടെ പിന്നെ ഇതിനകത്തോട്ട് വെക്കാം. നമുക്ക് 2 ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ടേപ്പ് വെച്ച് ഒന്ന് ക്രോസ് ചെയ്യാം. അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ നമ്മുടെ ബ്ലൈൻഡ് ബാഗിലിടാം. ഇട്ടിട്ട് നമുക്ക് ഇവിടെയും ക്ലോസ് ചെയ്യാം. അതിന് മുന്നേ നമുക്കിത് ഇങ്ങനെ മുറിക്കാനുള്ളൊരു സാധനം നമുക്ക് ചെയ്തെടുത്താൽ നമ്മളങ്ങനെ അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ബ്ലൈൻഡ് ബാഗ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ എൻ്റെ അൺബോക്സിങ് വീഡിയോ ഷോർട്സിലായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ബൈ.